CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിന് ED നോട്ടീസ്. വ്യാഴാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ഷാജനും ED സമൻസ് അയച്ചിട്ടുണ്ട്. ഷാജന് വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യൽ. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, വളരെയധികം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ED കടക്കുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ചില ചോദ്യം ചെയ്യലുകൾ CPM-ന്റെ മുൻനിരയിലുള്ള നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയ മുൻ MP കൂടിയായ PK ബിജു, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൗൺസിലറാണ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്ന ഘട്ടത്തിൽ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നത് PK ബിജുവിനെയും ഒപ്പം തന്നെ PK ഷാജനെയുമായിരുന്നു. ഈ രണ്ടുപേരും തന്നെയാണ് വീണ്ടും ചോദ്യമുനയിലേക്ക് എത്തുന്നത്. കാരണം നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാൻ PK ബിജുവോ PK ഷാജനോ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് പാർട്ടി തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ എന്തെല്ലാമാണ് എന്നത് സംബന്ധിച്ചും അതിന്റെ റിപ്പോർട്ടും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ രേഖകൾ നൽകാൻ PK ബിജു തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് PK ബിജുവിനെയും PK ഷാജനെയും ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും കള്ളപ്പണ ഇടപാടുകൾ നടന്നത് പാർട്ടി തലത്തിലുള്ള അക്കൗണ്ടുകൾ, ഈ അക്കൗണ്ടുകളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം CPM-ന് 5 അക്കൗണ്ടുകളായിരുന്നു കരുവന്നൂർ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ 5 അക്കൗണ്ടുകളിലൂടെ 72 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. 50 ലക്ഷം രൂപയുടെ വിനിമയം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനൊപ്പം തന്നെ നിക്ഷേപമായി 72 ലക്ഷം രൂപ ഇരിക്കുമ്പോഴാണ് 50 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ പല ഘട്ടങ്ങളിലും പാർട്ടി നടത്തിയിട്ടുമുള്ളത്. ഇത് പുറത്തു വന്ന കണ്ടെത്തിയ വിവരങ്ങൾ മാത്രമാണ് എന്ന് ED സൂചിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ആഴമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് മറ്റ് എവിടെയെല്ലാം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു, അതിലൂടെ എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെ സമൻസ് നൽകി നാളെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സമൻസ് ലഭിച്ചിട്ടില്ലെന്നും മറ്റു തിരക്കുകൾ ഉണ്ടെന്നും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് MM വർഗീസ് നീങ്ങുന്നത്. ഇതിനിടയിലാണ് PK ബിജു കൂടി, തൃശൂരിലെ പ്രധാനപ്പെട്ട നേതാവ് എന്നത് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ CPM-ന്റെ മുൻനിര നേതാക്കളിൽ ഒരാളാണ് PK ബിജു. PK ബിജുവിനെ കേന്ദ്രീകരിച്ചുകൂടി CPM-ന്റെ കള്ളപ്പണ ഇടപാടുകളിലെ അന്വേഷണം നീളുമ്പോൾ പാർട്ടി പൂർണ്ണമായും തന്നെ പ്രതിരോധത്തിലേക്ക് നീളുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുറന്നത്? അത് സാധാരണഗതിയിൽ പാർട്ടി ലെവി നിക്ഷേപിക്കുന്നതിനും പാർട്ടിയുടെ കൈവശം വരുന്ന ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതിനും പാർട്ടിയുടെ ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന പണം നിക്ഷേപിക്കുന്നതിനും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. മാത്രമല്ല ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ലോണുകൾ പാസ്സാക്കുന്നതിനും ലോണുകൾ അനുവദിക്കുന്നതിനും ലഭിക്കുന്നതിനുമെല്ലാം പാർട്ടി തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ പല നേതാക്കളും ജില്ലാ സംസ്ഥാന നേതാക്കളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഇടപെട്ടിരുന്നു. അങ്ങനെ ലഭിച്ച പണം കരുവന്നൂർ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന കാര്യമല്ല. ഈ ഇത്തരത്തിൽ ഇടനില നീക്കുന്നത് കൊണ്ട് ലഭിച്ച തുക കരുവന്നൂർ സഹകരണ ബാങ്കിൽ തന്നെ പാർട്ടി നിക്ഷേപിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ അന്വേഷണം ഊർജിതമാകുകയും ഒപ്പം തന്നെ 5 കരുവന്നൂർ സഹകരണ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറുകയും എല്ലാം ചെയ്ത ഘട്ടത്തിലാണ് പ്രധാനമായും ഇപ്പോൾ PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്.